ശ്രീ മോഹൻ വർഗീസും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ 2 ദിവസമായി DGMO വാർത്താ സമ്മേളനം, ആ സംയുക്ത വാർത്താ സമ്മേളനം, അതിൽ പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമായും പാകിസ്ഥാൻ കൂടിയുള്ളൊരു മെസ്സേജായി കാണേണ്ടേ? ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനം, അതായത് ഇന്നത്തെ ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ് നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് പാക് സേന ഭീകരാക്രമണങ്ങൾ ആക്രമിച്ചപ്പോൾ ഏത് രൂപത്തിൽ ഇന്ത്യയോട് പ്രതികരിച്ചു എന്നുള്ളതാണ്. അത് ഒരു മെസ്സേജ് അല്ലേ? പാകിസ്ഥാനുള്ള ശക്തമായ മെസ്സേജാണ് സ്മൃതി ഇപ്പോൾ ഇന്ത്യൻ സേന നൽകിയിരിക്കുന്നത്. ഒരു വാക്കാലുള്ള ഒരു മെസ്സേജാണ്. അതായത് ഭീകരരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാകിസ്ഥാൻ എന്നതിന്റെ പരസ്യമായ സ്ഥിരീകരണമാണ് പാക് സേനയുടെ ഭാഗത്തു നിന്ന് വന്നത്. അതുകൊണ്ട് ആ ബന്ധം ഇപ്പോഴും തുടരുന്നു എന്ന രീതിയിലാണ് ഇന്ത്യൻ സേന പറഞ്ഞിരിക്കുന്നത്. കാരണം an attack on India, any terror attack on India is considered as an attack by Pakistan. അതായത് തീവ്രവാദ ആക്രമണം എന്ന ഗണത്തിലല്ല, പാകിസ്ഥാന്റെ ആക്രമണം എന്ന നിലയിൽ തന്നെയാണ് ഇന്ത്യ പരിഗണിക്കുന്നത്. അത് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. വിശദവിവരങ്ങൾ ഏതെല്ലാം ടാർഗറ്റുകളാണ് ഉള്ളത് എന്നത് വ്യക്തമായി കൂടുതൽ ചിത്രങ്ങൾ സഹിതം കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരികയാണ്. കറാച്ചി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നടന്ന വ്യോമ താവളങ്ങളിൽ നടന്ന ആക്രമണം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് മറുപടി എന്ന് പറയുന്നത് തീവ്രവാദ ആക്രമണത്തിന്റെ മറുപടി സൈനിക കേന്ദ്രങ്ങളിൽ ഉണ്ടാവും എന്ന സ്ഥിരീകരണം തന്നെയാണ്. ഇത് ആദ്യ ഘട്ടത്തിൽ പറഞ്ഞത് തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രം ആക്രമിക്കുന്നു എന്നതാണ്. സൈന്യം കൂടുതൽ സ്ഥിരീകരണം നൽകുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ബന്ധം കൂടുതൽ വിശദീകരിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ DGMOമാർ 3 DGMOമാരും കരസേന, നാവികസേന, വ്യോമസേന DGMOമാർ നൽകിയത്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടി നൽകിയിരിക്കുന്നു? ദൃശ്യങ്ങൾ സഹിതമാണ്, ഫോട്ടോകൾ സഹിതമാണ്, വീഡിയോ സഹിതമാണ് ഈ വാർത്താ സമ്മേളനം ഇന്നലെയും നടന്നത്, ഇന്നും നടന്നിരിക്കുന്നത്. അതിൽ ചൈനീസ് മിസൈലുകൾ എങ്ങനെ തകർത്തു, തുർക്കിയുടെ ഡ്രോണുകൾ എങ്ങനെ തകർത്തു എന്നതുകൂടി ദൃശ്യങ്ങളിലൂടെ കാണിക്കുമ്പോൾ അത് ചൈനയ്ക്കും തുർക്കിക്കും കൂടിയുള്ള മെസ്സേജ് ആകുന്നു. തീർച്ചയായും ചൈനീസ് മിസൈലുകളെ കുറിച്ച് ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായില്ല. ഇന്ന് ഇതം പ്രഥമമായിട്ടാണ് ചൈനീസ് മിസൈലുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു, ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിക്കപ്പെട്ടു. ആദ്യം തന്നെ തുർക്കിയുടെ സാന്നിധ്യം, തുർക്കി നിർമ്മിച്ച ആയുധങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ചൈനീസ് ആയുധങ്ങളുടെ കാര്യവും സ്ഥിരീകരിക്കുകയാണ്. 82% പാകിസ്ഥാന്റെ ആയുധങ്ങൾ ചൈനയിൽ നിന്നും പ്രൊക്യൂർ ചെയ്ത ആയുധങ്ങളാണ്. അപ്പം ചൈനയ്ക്കും തുർക്കിക്കും കൂടി നൽകിയ ഒരു മെസ്സേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ആയുധങ്ങളെല്ലാം തന്നെ, ഈ മിസൈലുകളും ഡ്രോണുകളും എല്ലാം തന്നെ ആകാശ കവചത്തിൽ ഭാരതം ഒരുക്കിയ S-400 അല്ല എങ്കിൽ ആകാശ് മിസൈലുകൾ ഒരുക്കിയ കവചത്തിൽ തട്ടി വീണു എന്ന് പറയുമ്പോൾ പരോക്ഷമായി ചൈനയ്ക്ക് കൂടി ലഭിക്കുന്ന താക്കീതാണ്. കാരണം ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ പോരാതെ വരും പാകിസ്ഥാന്. ഭാരതത്തിന്റെ വ്യോമ അതിർത്തി ഭേദിക്കുന്നതിന്, ഭാരതത്തിന് നാശനഷ്ടം ഉണ്ടാകുന്നതിന് ചൈനീസ് ആയുധങ്ങളോ തുർക്കിഷ് ആയുധങ്ങളോ പോരാതെ വരും. റഷ്യൻ നിർമ്മിത S-400 മിസൈൽസും പ്രതിരോധ മിസൈലുകളും ഇന്ത്യൻ നിർമ്മിത തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് മിസൈലുകളും കൊണ്ട് ഫലപ്രദമായി ചൈനീസ് ആൻഡ് ഓൾസോ ടർക്കിഷ് മിസൈൽസിനെ തടഞ്ഞിട്ടു എന്ന് പറയുമ്പോൾ ഈ രാജ്യങ്ങൾക്കുള്ള വ്യക്തമായ ഒരു സന്ദേശം കൂടിയാണ്. നിങ്ങൾ പാകിസ്ഥാനെ സഹായിച്ചോളൂ, പക്ഷേ ഞങ്ങൾ പ്രതിരോധിക്കാൻ സന്നദ്ധമാണ് എന്ന ശക്തമായ മെസ്സേജ് തന്നെയാണ് അവിടെ നൽകുന്നത്. അതേസമയം ഈ കറാച്ചി വ്യോമത്താവളം തകർത്തു എന്നതുകൂടിയാണ് ഇന്നിപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല നാശനഷ്ടം, പാകിസ്ഥാനുണ്ടായ നാശനഷ്ടം അത് ഭീകര കേന്ദ്രങ്ങൾക്കപ്പുറത്തിലേക്ക് ആക്രമണം നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാന് മാത്രമാണ്, പാക് സേനയ്ക്കാണ് എന്നുകൂടിയാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. ശ്രീ മോഹൻ വർഗീസ്, തീർച്ചയായും പാക് സൈന്യമാണ് ഉത്തരവാദി എന്ന് തെളിച്ചു പറയുകയാണ്. ഏത് ഭീകരാക്രമണത്തിനും പിന്നിൽ പാക് സൈന്യമാണ്. പാക് ഭീകരാക്രമണം എന്ന് തുച്ഛീകരിച്ച് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇടപെടുമ്പോൾ എങ്ങനെ പാകിസ്ഥാൻ സൈന്യം റെസ്പോൺസിബിൾ ആകും എന്ന് നിരന്തരം പാകിസ്ഥാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുള്ള കാറ്റഗോറിക് വ്യക്തവും ശക്തവുമായ മറുപടിയാണ് ഇന്ത്യൻ സൈനിക ഓഫീസർമാർ ഇത് നൽകിയത്. കറാച്ചിയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. കറാച്ചിയെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ കറാച്ചിയിൽ 3 ദിവസം മുൻപ് കറാച്ചിയിൽ വ്യാപകമായ വ്യോമാക്രമണം ഇന്ത്യ നടത്തി എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിന് സ്ഥിരീകരണം വന്നിരിക്കുന്നത്. കറാച്ചിയിലെ പാകിസ്ഥാന്റെ ഒരു എയർബേസ് ആക്രമണ വിധേയമായി. അങ്ങനെയെങ്കിൽ കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ഒരുപക്ഷെ നാവികസേനയുടെ സാന്നിധ്യവും ഒരുപക്ഷെ അത് തെളിച്ചു പറയുന്നില്ലെങ്കിൽ പോലും ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നുൾപ്പെടെയുള്ള മിസൈലുകളോ എയർക്രാഫ്റ്റുകൾ അയച്ച മിസൈലുകളോ ഒരുപക്ഷെ അതിനുപയോഗിച്ചേക്കാം. ആ വിശദവിവരങ്ങളിലേക്ക് തീർച്ചയായും ആർമിയുടെ ബ്രീഫിംഗ് എത്തിയിട്ടില്ല. ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് സംഭവിച്ചത്, ഏത് മാർഗമാണ് ഉപയോഗിച്ചത്, ഏത് തരം മിസൈലുകളാണ്, നാവികസേനയാണോ വ്യോമസേനയാണോ ഇതിന് പിന്നിൽ, കറാച്ചി ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതിന്റെ കൂടുതൽ വ്യക്തമുള്ള മിഴിവുള്ള
റിപ്പോർട്ടുകൾ വന്നേക്കാം. ഇപ്പൊ ചിത്രങ്ങൾ സഹിതമാണ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിന്റെ ഔദ്യോഗിക സ്പോക്സ് പേഴ്സൺസ് ഇത് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു കെട്ടുകഥയല്ല. സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു, അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ സൈനിക താവളങ്ങൾക്കെല്ലാം വ്യോമ കേന്ദ്രങ്ങളെയും വെറുതെ വിടില്ല എന്ന സൂചനയാണ്. തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രം ആക്രമിക്കാനായിരുന്നു ഭാരതം ആദ്യം ഉദ്ദേശിച്ചിരുന്നത് എന്നത് അടിവരയിട്ട് പറയുകയാണ്. പാകിസ്ഥാൻ ഒരു എസ്കലേഷൻ മോഡിലേക്ക് പോയപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ, ഭീകരരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സൈന്യമാണ് എന്നതിന് വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ട് സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കുകയാണ്. അത് മാത്രമല്ല, സൈന്യമാണ് എസ്കലേഷൻ മോഡിലേക്ക് പോയത്. ഡ്രോണുകളും മിസൈലുകളും അയച്ച് എസ്കലേഷൻ മോഡിലേക്ക് പോയപ്പോൾ സൈനിക താവളങ്ങൾ, പ്രത്യേകിച്ചും സൈനിക വ്യോമതാവളങ്ങൾ ആക്രമിക്കേണ്ട അവസ്ഥ വന്നു. 9-10 വ്യോമതാവളങ്ങളുടെ ചിത്രങ്ങളാണ് ഇന്ത്യൻ സേനകൾ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ കറാച്ചി വളരെ നിർണായകമായ കാര്യമാണ്. കാരണം കറാച്ചി അങ്ങ് തെക്ക് യുദ്ധമേഖലയിൽ നിന്നും കാശ്മീർ അതിർത്തിയിൽ നിന്നും വളരെയധികം അകലെ 1500-2000 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന തെക്കൻ പട്ടണമാണ്, സമുദ്രതീരമാണ്, പോർട്ടാണ്. അത് സിന്ധിന്റെ ക്യാപിറ്റലാണല്ലോ കറാച്ചി. അപ്പൊ അത് വ്യാപാര നഗരവുമാണ്. ഇന്ത്യക്ക് മുംബൈ സിറ്റി എങ്ങനെയാണോ അതുപോലെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കറാച്ചി. ഇപ്പൊ കറാച്ചി നഗരം ആക്രമണ വിധേയമാകുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ ഒരിടവും സുരക്ഷിതമല്ല എന്ന് പാകിസ്ഥാനെ ഓർമ്മിപ്പിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരെയാണ് വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടത്. അഭിമാനകരമായ ചില കാര്യങ്ങൾ കൂടി വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയെ വെല്ലുവിളിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള കാര്യം പറയുന്നു. നമ്മുടെ ശക്തമായ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് കാരണം ഇന്ത്യയുടെ നാവികശേഷിക്ക് നേരെ ഒരു വെല്ലുവിളിയും ഉയർത്താൻ പാകിസ്ഥാന് കഴിയില്ല, ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. തീർച്ചയായും ഇന്ത്യൻ നാവികസേന സുസജ്ജമാണ് എന്ന ഒരു അഡ്മിറലിന്റെ പ്രഖ്യാപനം. കാരണം നാവികസേന ഈ പാകിസ്ഥാന്റെ ദക്ഷിണ കടലുകളിൽ, അതായത് നോർത്ത് അറേബ്യൻ സീ മേഖലയിൽ ഇന്ത്യൻ നാവികസേനയുടെ ശക്തമായ സാന്നിധ്യം, ഡിസ്ട്രോയർ ഷിപ്പുകളും ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ഉൾപ്പെടെ വിന്യസിച്ചതുകൊണ്ട് പാകിസ്ഥാന്റെ നാവിക അഭ്യാസം കോസ്റ്റൽ പാകിസ്ഥാൻ ബെൽറ്റിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ചയും കണ്ടു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാനാവില്ല. പാകിസ്ഥാൻ ഒരു കേവലം ഇന്ത്യയുമായി കമ്പയർ ചെയ്യുമ്പോൾ തീരെ ചെറിയ ഒരു കടലോര മേഖലയാണുള്ളത്. പ്രധാനമായും കറാച്ചി തുറമുഖവും ഗ്വാദർ, ചൈനയുടെ സഹായത്തോടു കൂടി വികസിപ്പിക്കുന്ന ഗ്വാദർ തുറമുഖവുമാണ് പാകിസ്ഥാന്റെ ദക്ഷിണ മേഖലയിലുള്ളത്. ആ പ്രദേശം വൾണറബിൾ ആയി കഴിഞ്ഞാൽ പാകിസ്ഥാന് പുറം ലോകവുമായുള്ള ബന്ധം നഷ്ടപ്പെടും. ഏറ്റവും തന്ത്രപ്രധാന മേഖലയാണ്. പഞ്ചാബാണ് പാകിസ്ഥാന്റെ ജീവനാഡി എന്ന് പറയുമ്പോഴും പഞ്ചാബിന് സമുദ്രവുമായി അതിരുകളില്ല എന്ന് ഓർക്കണം. സിന്ധിനും ബലൂചിസ്ഥാനും മാത്രമാണ് സമുദ്ര അതിർത്തി ഉള്ളത്. സമുദ്ര അതിർത്തി, പാകിസ്ഥാന്റെ സമുദ്ര അതിർത്തികൾ ഭേദിക്കാൻ ഇന്ത്യ ഒരുപക്ഷെ തയ്യാറാകും എന്നതിന്റെ സൂചനയാണ് നാവികസേനയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ വ്യോമ നാവിക കരസേനകൾ സംയുക്തമായി ഓർഗനൈസ് ചെയ്ത് നടപ്പാക്കി എന്ന് അഭിമാനപൂർവ്വം ഇന്ത്യ പറയുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇനിയിപ്പോൾ ഈ സാഹചര്യം ഇനിയിപ്പോൾ ഒരു നോർമലൈസ്ഡ് ആവാനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ടല്ലോ. ഇത് ഇപ്പോൾ നടക്കാൻ പോകുന്നത് സൈനിക തല ചർച്ച മാത്രമാണ്, രാഷ്ട്രീയ ചർച്ചയാണ് പരിഹാരത്തിന് വേണ്ടത്. അതിലേക്കൊക്കെ ഇനി ഉടനെ പോവുക സാധ്യമല്ല. ആ തരത്തിൽ കാര്യങ്ങൾ വഷളായിരിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ള ഇപ്പോൾ ഈ സൈനികതല ചർച്ച ഒരുപക്ഷെ വെടിനിർത്തൽ ദീർഘിപ്പിക്കുന്നു എന്നുള്ള ഒരു കാര്യം വന്നേക്കാം. അതിലപ്പുറം ഇപ്പോൾ നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളും പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ ഒരു സംഘർഷ സാഹചര്യം അതിങ്ങനെ തുടരും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കേവലം വെടിനിർത്തൽ, താൽക്കാലികമായ ഒരു വെടിനിർത്തൽ മാത്രമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതും DGMO തലത്തിൽ നടത്തിയ പ്രാഥമിക ചർച്ചകൾക്ക് അവസാനം നടത്തിയ ഔപചാരികമായ വെടിനിർത്തൽ. അത് കേവലം അക്കാദമികം മാത്രമാണ്. പൂർണ്ണമായി സംഘർഷത്തിൽ നിന്നും രണ്ട് രാജ്യങ്ങളും പിന്മാറിയിട്ടില്ല എന്ന് തന്നെയുള്ള സൂചനകളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് 3-4 ലെവൽ കൂടി ബാക്കിയുണ്ട്. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ വിദേശകാര്യ, ഇപ്പം സൈന്യത്തിന്റെ ലെവലിൽ നിന്നും വിദേശകാര്യ സെക്രട്ടറി തലത്തിലുള്ള കൂടിയാലോചനകളായിരിക്കണം നടക്കേണ്ടത്. അതിന്റെ സ്ഥലം, നേരം, തീയതി, ഇടം എന്നിവ വളരെ നിർണായകമാണ്. ഹോട്ട്ലൈൻ ബന്ധമാണോ, ടെലിഫോണിക് ഹോട്ട്ലൈൻ ബന്ധമാണോ, അതോ ഏതെങ്കിലും സ്ഥലത്ത് കൺവേർട്ട് ചെയ്യുമോ, ന്യൂട്രൽ ഒരു സ്ഥലമാകുമോ, ഇതൊക്കെ വലിയ തന്ത്രപരമായ കാര്യങ്ങളാണ്. കാരണം നമ്മുടെ നയം ബൈലാറ്ററലിസമാണ്. അതുകൊണ്ട് മൂന്നാമത്തെ ഒരു കക്ഷിയുടെ സാന്നിധ്യമോ സഹകരണമോ ഇടമോ ഒരുപക്ഷെ ഇന്ത്യക്ക് സ്വീകരിക്കാനാവില്ല. അതൊരു തർക്ക വിഷയമായി നിൽക്കും.
അടുത്ത ലെവൽ എന്ന് പറയുന്നത് വിദേശകാര്യ മന്ത്രാലയ ജയശങ്കറും അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ട് പാകിസ്ഥാനി വിദേശകാര്യ മന്ത്രിയും തമ്മിലുള്ള സംസാരമാണ്. ഏറ്റവും ഉന്നത തലത്തിലുള്ള സംസാരത്തിന് ഒരിക്കലും ഈ അടുത്ത സമയത്ത് എങ്ങും വഴിയൊരുങ്ങുമെന്ന് പ്രതീക്ഷയില്ല. അത് പ്രധാനമന്ത്രി തലത്തിൽ, ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് തലത്തിലുള്ള കൂടിയാലോചനകളാണ്. അത് അവസാനം നടന്ന വാജ്പേയിയുടെ സമയത്തൊക്കെ നടന്നതിന് ശേഷം കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ഈ ലാഹോർ ഡിപ്ലോമസി, ബസ് ഡിപ്ലോമസി, അതുപോലെ അതുപോലെ മറ്റേ ഈ ആഗ്ര സന്ദർശനം, മുഷറഫിന്റെ ആഗ്ര സന്ദർശനം, അങ്ങനെയുള്ള ഡിപ്ലോമസിക്ക് ശേഷം കാര്യമായ പുരോഗതി ഒന്നും ആ ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് സമ്മിറ്റ് ഡിപ്ലോമസിയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അടുത്തു വരുന്ന ഘട്ടം എനിക്ക് തോന്നുന്നത് ഈ സൈനിക തലത്തിന് പുറമെ ഒരു രാജ്യം അത് ഏറ്റെടുക്കുന്നു എന്നതിന്റെ സൂചനയായി വിദേശകാര്യ സെക്രട്ടറി നിലയിലുള്ള ചർച്ചകൾ ഒരുപക്ഷെ നടന്നേക്കാം അടുത്തൊരാഴ്ചക്കുള്ളിൽ. ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് രണ്ട് രൂപത്തിൽ പ്രതികരണം വരുന്നുണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കശ്മീർ വിഷയത്തിലും ഇടപെടാം എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നു. പക്ഷേ വൈസ് പ്രസിഡന്റ് പ്രതികരണം വരികയാണ്, യഥാർത്ഥത്തിൽ ഒരു മാധ്യസ്ഥം വഹിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, ഇരു രാജ്യങ്ങളോടും സംസാരിച്ചു. കാരണം രണ്ട് ആണവ ശക്തിയുള്ള രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയാൽ അത് ലോകത്തിന് തന്നെ നഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് അതിൽ രണ്ട് രാഷ്ട്രങ്ങളോടും സംസാരിച്ചു, അല്ലാതെ ഇടപെടുകയല്ല എന്ന് വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ പാകിസ്ഥാൻ ഒരു പ്രതികരണം നടത്തി അമേരിക്കയോട് നന്ദി പറയുന്നു എന്ന രൂപത്തിൽ ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു പരസ്യ പ്രതികരണം ഈ വിഷയത്തിൽ നടത്തേണ്ടതല്ലേ? ഇന്ത്യക്ക് ഇപ്പോൾ ആ പ്രതികരണത്തിനുള്ള സമയമായിട്ടില്ല. കാരണം ഇന്ത്യയുടെ ഒരു നയമുണ്ട്, വളരെ സുവ്യക്തമായ ഒരു നയമാണ്. 1972 സിംല ഉടമ്പടി മുതലുള്ള നയമാണ് ബൈലാറ്ററലിസം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എല്ലാ വിഷയങ്ങളും, അതിൽ കാശ്മീർ ഉണ്ടാകുന്നില്ല, കാരണം അതൊരു തർക്ക വിഷയമല്ല, അത് ഇന്ത്യയുടെ പ്രദേശമാണ് കാശ്മീർ ഒഴിച്ചുള്ള മറ്റെല്ലാ വിഷയങ്ങളും, ഭീകരാക്രമണം, ഭീകരവാദികളെ സഹായിക്കൽ, പാക് ഓക്കുപൈഡ് കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാം തന്നെ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ രണ്ട് രാജ്യങ്ങളും മാത്രം മൂന്നാം കക്ഷിയുടെ സഹായമില്ലാതെ പരിഹരിക്കും. അതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് അമേരിക്കയുടെ ഇടപെടൽ. ഇടപെടൽ എന്ന വാക്ക് വളരെ ദുരൂഹമാണ്. ഇവിടെ ഒരു ഇടപെടലാണോ ഉണ്ടായിരിക്കുന്നത്, അതോ രംഗം സജ്ജീകരിക്കാൻ അമേരിക്ക വേണ്ടത് ചെയ്തു? എസ്കലേഷൻ, ന്യൂക്ലിയർ പവേഴ്സ് ആണ്. ഈ രണ്ട് ന്യൂക്ലിയർ പവേഴ്സും മുഖാമുഖം നിൽക്കുമ്പോൾ ലോക സുരക്ഷ അവതാളത്തിലാകുന്നത് കൊണ്ട് അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും ഇറാന്റെ ഉൾപ്പെടെയുള്ള ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങൾ രണ്ട് രാജ്യങ്ങളോടും സംസാരിക്കുന്നു. അവർ തമ്മിൽ DCMO തലത്തിലുള്ള സംസാരത്തിന് വഴിയൊരുക്കുക മാത്രമാണ്. അതിനെ മധ്യസ്ഥത എന്ന് വിളിക്കാനാവുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ ഒരു പടി കൂടി കടന്നുകൊണ്ട് കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത അല്ല എങ്കിൽ പോലും ഒരു പരിഹാരത്തിന് വേണ്ടി അമേരിക്ക ശ്രമിക്കും എന്ന് പറയുന്നത് പ്രകോപനപരമാണ്. കാശ്മീർ തർക്ക വിഷയമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. എന്തെങ്കിലും രീതിയിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് സംസാരിക്കണമെങ്കിൽ പാക് അധിനിവേശ കാശ്മീരിന്റെ ഭാവിയെക്കുറിച്ച് ഇന്ത്യയുമായി സംസാരിക്കുന്നതിന് കുഴപ്പമില്ല, അല്ലാതെ കാശ്മീരിന്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് സംസാരം ഉണ്ടാകാനാവില്ല. അതുപോലെ ഇന്ത്യ ആവശ്യപ്പെടുന്നത് ഭീകരരെ കൈമാറുക, അതേക്കുറിച്ച് സംസാരിക്കാം. ഭീകരവാദികളെ സഹായിക്കുന്ന പാകിസ്ഥാൻ ആർമിയുടെ നിലപാടിനെ കുറിച്ച് സംസാരിക്കാം. ഭീകരത ഡിസ്മാന്റിൽ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാം. അതുകൊണ്ട് സംസാരിക്കുന്നതിന്റെ കോണ്ടന്റ് എന്താണ് എന്നതിനെ കുറിച്ചും ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഒരു തേർഡ് പാർട്ടി മീഡിയേഷൻ ഒരു രീതിയിലും നമ്മുടെ നയത്തിന് അനുരൂപമല്ല. അത് മാത്രമല്ല, ദേശവ്യാപകമായ ഒരു കൺസെൻസസ് ഉണ്ട് ക്യൂഡിന് ഒരു ബൈലാറ്ററലിസത്തിന്. അത് അതിലംഘിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റിനും ഇപ്പോൾ മുന്നോട്ട് പോകാനാവുന്ന ഒരു നിലയിലല്ല. അതുകൊണ്ട് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഒരുപക്ഷെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന നാളുകളിൽ ഉണ്ടാവേണ്ടതാണ്. ശരി, വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ്. വിശദമായി തന്നെ